ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഇന്നുണ്ടാക്കുന്നത് ഒരു ചോക്കോ പുഡിംഗ് കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് കേക്കാണിത്. ഇതിന് ഷോപ്പിലൊക്കെ ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്നാ പറയാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ആദ്യം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇനി ഹാൻഡ് മിക്സർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഒരു സ്പാച്ചില വെച്ചിട്ട് ചെയ്താൽ മതി.
ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐസ്ക്രീം ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഒരുപാട് മെൽറ്റ് ആവണ്ട, ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഐസ്ക്രീമും മൊത്തമായിട്ട് ആ ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ മേലെ മൊത്തം ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മേലെ എല്ലാം ഐസ്ക്രീം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റും പറ്റും, ഓറിയോ അതേപോലെ ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റുകൾ ഏതായാലും പറ്റും. അതിന് മേലെ കൂടി ചോക്ലേറ്റ് കട്ട് ചെയ്തോ കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റും ഇതുപോലെ പീസാക്കിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി പീനട്ട് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ചെറീസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചോക്കോ പുഡിംഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്ന പേരിൽ നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മളിത് വീട്ടിലുണ്ടാക്കിയാലും നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ തന്നെ കഴിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഐസ്ക്രീമൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റുകൾ എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.